എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നൽകാവുന്നതാണ്. വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് ജൂലൈ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ എല്ലാവിധ സീറ്റുകളും ഈ ഒരു രജിസ്ട്രേഷൻ വഴിയാണ് നടത്തുക. അതുകൊണ്ട് തന്നെ പിന്നീട് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന ഏതൊരു വിധത്തിലുള്ള വേക്കൻസിയും അതായത് വേക്കൻസി സീറ്റ് അഡ്മിഷൻ വഴിയാണ് നടത്തപ്പെടുന്നത്. അതായത് സ്പോട്ട് അഡ്മിഷൻ വഴിയാണ് നടത്തപ്പെടുന്നത്. അതായത് ഇനി നിലവിൽ വേക്കൻസി ഉള്ളതും ഇനി ഭാവിയിൽ വരാൻ ഉള്ള വേക്കൻസി, അതായത് ഏതെങ്കിലും വിദ്യാർത്ഥി ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വരുന്ന വേക്കൻസിയിലേക്കും ഈ ഒരു അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളെ മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഒരു vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജൂലൈ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത യൂസർ നെയിം അതുപോലെ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് സിസ്റ്റം കാണാം, അതാണ് ക്യാപ്ച, അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് മൊബൈൽ നമ്പറാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള അക്ഷയവയോ ഇന്റർനെറ്റ് കഫേകളോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ആർ യു രജിസ്റ്ററിംഗ് ഫോർ ദ ഫസ്റ്റ് ഇയർ HSC വൊക്കേഷണൽ അഡ്മിഷൻ പ്രോസസ് എന്ന് ചോദിക്കേണ്ടത് യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ തെറ്റൊന്നും വരുത്തരുത്, സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെൽക്കം ടു അഡ്മിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പാരൻറ്റിനോ ഒരു സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, കാരണം OTP വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ OTP വരുന്നത് കൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അത് പേര് അതുപോലുള്ള ഡീറ്റെയിൽസും അതുപോലെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അത് അഡ്രസ്സ്, അതുപോലെ അക്കാദമിക വിവരങ്ങൾ, അക്കാദമിക് ഡീറ്റെയിൽസ് എന്നിവ നൽകണം. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നൽകുക. നിങ്ങൾക്ക് താല്പര്യമുള്ളതും അതുപോലെ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാൻ സാധിക്കും. ഒരു തവണ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളും ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. എല്ലാവിധ സ്കൂളുകളും ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും അഡ്മിഷൻ എടുക്കണമെന്നില്ല, കാരണം നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റാണ് വരിക. റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വേക്കൻസി പ്രകാരമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ ചോദിക്കുന്നത് ഐ ഹാവ് ഡൗൺലോഡഡ് ആൻഡ് റീഡ്, അത് നിങ്ങൾ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കി എന്നാണ്. പ്രോസ്പെക്ടസ് വായിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ പാരൻസിനോ ഉണ്ട് എന്നുള്ളതിനാണ് ഇവിടെയുള്ള ആ ഒരു സെലക്ട് ചെയ്യുന്ന ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ഇവിടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ പ്രോബ്ലംസ് വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ 10 നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 നമ്പേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെയും ആ ഒരു 10 നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റർ പ്രോപ്പർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു നമ്പർ കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്പർ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 മുതൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വരുന്നത് കാണാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ +91 അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു നമ്പേഴ്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അവിടെ നമ്പേഴ്സ് തെറ്റായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്.
അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുക്കുകയാണ്, അതായത് 1 മുതൽ 0 വരെ കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ക്യാരക്ടർ തെറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത നമ്പർ, അതായത് ഈ ഒരു പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യാത്ത ആ ഒരു മൊബൈൽ നമ്പർ തെറ്റായത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് ഞാൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിഫ്രഷ് ചെയ്തിട്ട് ഈ ഒരു പേജിൽ ഞാൻ വീണ്ടും ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ തെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് മൊബൈൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഓർ പാരൻറ്റ്. ദിസ് ഷുഡ് ബി ആൻ ഇന്ത്യൻ മൊബൈൽ നമ്പർ. ഡു നോട്ട് പ്രിഫിക്സ് 0 or +91. ഓൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വിൽ ബി സെൻറ്റ് ദിസ് മൊബൈൽ നമ്പർ. അതായത് കനോട്ട് ബി മോർ ദാൻ 1 ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ നൽകുന്ന ആപ്ലിക്കേഷനിൽ, അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നൽകുന്ന മൊബൈൽ നമ്പർ കറക്റ്റായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു മൊബൈൽ നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് അടുത്തതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്തതായിട്ട് നിങ്ങളുടെ ആ ഒരു, അതായത് ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു സ്റ്റെപ്പ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തല്ല, ജസ്റ്റ് ഇതിൻ്റെ, അതായത് ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പേജിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതായത് അഡ്മിഷൻ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എങ്ങനെ സ്വന്തമായിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു മാനുവൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിരവധി വേക്കൻസീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്കൂൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്ങനെ ഈ ഒരു സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ എല്ലാവിധ സ്റ്റെപ്പും നൽകിയിട്ടുണ്ട്. സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള സ്കൂളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.